everyone, ഞാൻ ചിന്മയി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് യുകെയിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവരേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനത്തിനെ പറ്റിയൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ പൊതുവെ എന്തായാലും പുതിയൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലുണ്ടാവും കുറേ ക്വസ്റ്റ്യൻസ്. അത് എന്തൊക്കെയാണ് ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്യേണ്ടത്, അവിടെ എന്തൊക്കെ സാധനമാണ് കിട്ടുക, ഇവിടുന്ന് വാങ്ങി കൊണ്ടുവരണോ, എന്റെ ലഗേജ് ലിമിറ്റിൽ അത് ഫിറ്റ് ആവോ, അങ്ങനെ പല ക്വസ്റ്റ്യൻസ് നമ്മളെ മനസ്സിലുണ്ടാവും. ചെറിയൊരു പാക്കിംഗ് ചെക്ക് ലിസ്റ്റ് ആയിട്ട് ഈ വീഡിയോനെ നിങ്ങൾക്ക് കാണാം. So, without further ado, let's get started. The first thing is documents. നിങ്ങൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സും അതിന്റെ ഒറിജിനൽ ആസ് വെൽ ആസ് ഒരു ഫോട്ടോ കോപ്പിയും, പിന്നെ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ്. ഈ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനമാണ്, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വരും. ഞാൻ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ പറയുന്നത് അത് ഇമിഗ്രേഷനിൽ ചിലപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാം, അതിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ നിങ്ങൾ അഥവാ ഡിപ്പെൻഡന്റ് വിസയിലാണ് വരുന്നത് ആൻഡ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് വെച്ചാൽ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് മുതലുള്ള എല്ലാ മാർക്സ് കാർഡും, നിങ്ങളെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ മാർക്സ് കാർഡും നിങ്ങൾ ക്യാരി ചെയ്യുക, ഒരു ഫോട്ടോ കോപ്പിയും ക്യാരി ചെയ്യുക. പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ എല്ലാ എസെൻഷ്യൽ ഐറ്റംസും ക്യാരി ചെയ്യുക, വിച്ച് വിൽ ഹെൽപ്പ് യു ഇൻ ഫൈൻഡിങ് എ ജോബ്. നെക്സ്റ്റ് തിങ് ഈസ് ക്യാഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു പുതിയ കൺട്രിയിലേക്ക് പോകുമ്പം അവിടുത്തെ കറൻസിയാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇവിടുത്തെ കറൻസി പൗണ്ട്സ് ആണ്. സോ നാട്ടിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ കുറച്ച് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു 100 പൗണ്ട് അല്ലെങ്കിൽ 200 പൗണ്ട് നമ്മളെ അടുത്ത് തന്നെ വെക്കുക, അത് ക്യാഷ് ആയിട്ട് തന്നെ കൊണ്ടുവരിക. എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് വേണം എക്സ്ചേഞ്ച് ചെയ്യാൻ. ഞാൻ പോയ സ്ഥലം നല്ലൊരു സ്ഥലമായിരുന്നു. അവര് ലൈവായിട്ട് ഏത് റേറ്റ് ആണോ പൗണ്ട്സിനുള്ളത്, പൗണ്ട്സ് ടു ഇന്ത്യൻ റുപ്പീസ്, ആ റേറ്റ് തന്നെ തരുന്നുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ഓറിയന്റ് എക്സ്ചേഞ്ച് അങ്ങനെ എന്തോന്നായിരുന്നു പേര്, ഞാൻ നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ 100-200 പൗണ്ട് കയ്യിൽ ക്യാഷ് ആയിട്ട് തന്നെ വെക്കുന്നുണ്ട്. കുറച്ച് പൈസ മാത്രം കയ്യിൽ ക്യാഷ് ആയിട്ട് വെച്ചാൽ മതി എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കളവ് പോവുക അങ്ങനെ എന്തെങ്കിലും ആയാൽ നമുക്ക് എല്ലാം കൂടി പോകുന്നത് സങ്കടമല്ലേ. സോ ഇത് കുറച്ച് ക്യാഷ് ആയിട്ട് വെക്കുക. ആൻഡ് ബാക്കിയൊക്കെ എന്താക്കുക വെച്ചാൽ നമ്മളൊരു ഫോറക്സ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറിൻ എക്സ്ചേഞ്ച് കാർഡാണത്. അത് നമുക്ക് ഏതാണോ നമ്മൾ ബാങ്കിൽ അവിടെ പോയാൽ കിട്ടും. ഞാൻ ICICIയിൽ നിന്നായിരുന്നു എടുത്തത്. സോ ഈ ഫോറക്സ് കാർഡിൽ നമ്മൾ ആ സമയത്തുള്ള എന്താണോ എക്സ്ചേഞ്ച് റേറ്റ്, ഫോർ എക്സാമ്പിൾ 1 പൗണ്ട് ഈസ് ഈക്വൽ ടു 90 റുപ്പീസ് ആണ് ആ സമയത്ത് വെച്ചാൽ 90 ഇൻറ്റു എത്ര പൗണ്ട്സ് വേണോ വെച്ചാൽ അത്ര പൈസ അവിടെ കൊടുത്തിട്ട് നമ്മൾ ആ ഫോറക്സ് കാർഡിൽ ടോപ്പ് അപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ആ ഫോറക്സ് കാർഡിന് ഏതൊരു ATM കാർഡിന് നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് അതിനെ യൂസ് ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഫോറക്സ് കാർഡിൽ ഒരു 1000 പൗണ്ട്സ് എന്തായാലും വെച്ചോളൂ. അതെന്താ വെച്ചാൽ നമുക്ക് റെന്റിന് അഥവാ വീടെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡെപ്പോസിറ്റ് കൊടുക്കണം, അല്ലെ റെന്റ് കൊടുക്കണം. പിന്നെ നമുക്ക് നോർമൽ ഗ്രോസറി ഷോപ്പിംഗ് അങ്ങനെ പല എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു 1000 പൗണ്ട്സ് എന്തായാലും നിങ്ങൾ ഫോറക്സിൽ ക്യാരി ചെയ്യാം. തേർഡ് ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മെഡിസിൻസ്. നിങ്ങൾ അഥവാ റെഗുലർ ആയിട്ട് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും ക്യാരി ചെയ്യണം. അത് ഒരു 6 മന്ത്സിന്റെ എങ്കിലും മിനിമം നിങ്ങളെടുത്ത് ഒരു സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിയിട്ട് ക്യാരി ചെയ്യുക. നിങ്ങൾ ഡോക്ടറോട് ആദ്യം സംസാരിക്കുക, അത് നിങ്ങളിങ്ങനെ UK പോവാണ്, അപ്പം മെഡിസിൻ വേണം, അപ്പം ആസ് ദ റെക്കമെൻഡഡ് മെഡിസിൻ. ആൻഡ് അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 6 months to 1 yearന്റെ ക്യാരി ചെയ്യുക എന്തായാലും. ബാക്കി ബേസിക് ആയിട്ടുള്ള എല്ലാ മെഡിസിൻസും, പനീന്റെ, ജലദോഷം, തൊണ്ടവേദന, വയറുവേദന, അങ്ങനെ പല ജനറൽ ആയിട്ടുള്ള നമ്മളെ മെഡിസിൻസ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഇതൊക്കെ നിങ്ങൾക്ക് ക്യാരി ചെയ്യാം, എന്തായാലും ക്യാരി ചെയ്യണം. ഞാൻ ഇത്ര സ്ട്രെസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം വളരെ സ്ലോ ആണ്. സോ നിങ്ങൾ പോയി അവിടെ ഡോക്ടറെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഉടനെ തന്നെ നമുക്ക് കെയർ കിട്ടും, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇവിടെ നല്ല സ്ലോ ആണ്. എനിക്ക് ഒരു ഹെൽത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്ക് ഞാൻ നല്ല സുഖമായി ഇരിക്കായിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. ചെറിയ അസുഖങ്ങൾക്ക് അവര് വീട്ടിൽ തന്നെ എല്ലാം കെയർ ചെയ്യാനാണ് പറയുക. ഇവിടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് മെഡിസിൻ കിട്ടുമെന്ന് അങ്ങനെ പെട്ടെന്ന് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട. സോ ദാറ്റ്സ് വൈ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ബേസിക് മെഡിസിൻസ് എന്തായാലും കൊണ്ടുവരണം. ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ ഈവൻ ഡെറ്റോൾ, കോട്ടൺ, ബാൻഡേഡ് അങ്ങനത്തെ സംഭവം എന്തായാലും ക്യാരി ചെയ്തോളൂ. ആൻഡ് ആന്റിബയോട്ടിക്സ് എന്തായാലും ക്യാരി ചെയ്യണം. ഇവിടെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് നോക്കുകയാണെങ്കിലും കൂടി നമുക്ക് ആന്റിബയോട്ടിക്സ് അവർ പ്രിസ്ക്രൈബ് ചെയ്യില്ല. ആൻഡ് നമ്മൾ ഇവിടെ ഒരു പുതിയ സ്ഥലത്തേക്ക് വരില്ല, അപ്പൊ എന്തായാലും നമുക്ക് ആ തണുപ്പ്
കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ എന്റെ അവിടുത്തെ ഫാമിലി ഡോക്ടറെ അടുത്ത് പോയിട്ട് ചോദിച്ചു എന്തൊക്കെയാണ് ജനറൽ ആയിട്ട് മെഡിസിൻസ് വേണ്ടത്. അവർ ആ ലിസ്റ്റ് തന്നു. ഞാൻ ആ ലിസ്റ്റിലുള്ള മെഡിസിൻസ് തന്നെയാണ് വാങ്ങിക്കൊണ്ടുവന്നത്. ഞാൻ ആ ലിസ്റ്റ് സ്ക്രീനിൽ കാണിക്കാം. ഞാൻ മെഡിസിൻസിന്റെ ലിസ്റ്റ് സ്ക്രീനിൽ കാണിക്കുന്നില്ല. അത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ നിങ്ങൾ മെഡിസിൻസ് വാങ്ങിക്കോളൂ. ജസ്റ്റ് ഇൻ ജനറൽ നിങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻ എന്ന രീതിയിൽ ഞാൻ ആ ലിസ്റ്റ് സ്ക്രീനിൽ ഇപ്പം ഇടുന്നുണ്ട്. പിന്നെ ഈ വാങ്ങുന്ന മെഡിസിൻസിന്റെ റിസിപ്റ്റ് എന്തായാലും കയ്യിൽ വെക്കണം. ആയുർവേദ മെഡിസിൻ ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഏതായാലും നിങ്ങൾ അതിന്റെ റിസിപ്റ്റ് കയ്യിൽ വെക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് ആൻഡ് അഡാപ്റ്റേഴ്സ്. ഇവിടെ വരുമ്പോൾ ഏറ്റവും വലിയൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെ പ്ലഗിന്റെ ഷേപ്പാണ്. ഇന്ത്യയിൽ നമ്മൾ സർക്കിൾ ആയിട്ടുള്ള റൗണ്ട് ഉള്ള പ്ലഗ് ആണല്ലോ. ഇവിടെ അതേപോലെ സ്ക്വയർ പിന്നുള്ള പ്ലഗ് ആണ്. നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസസ് ലൈക്ക് ഫോൺ ചാർജർ, ലാപ്ടോപ്പ് ചാർജർ അങ്ങനെ പലതും നമ്മൾ അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരുന്നത് എല്ലാത്തിനും റൗണ്ട് പിൻ ആയിരിക്കും. സോ അതിനെല്ലാം നമുക്ക് ഒരു അഡാപ്റ്റേഴ്സ് വാങ്ങാം. അത് ആമസോണിൽ ഈസിലി അവൈലബിൾ ആണ്. അഡാപ്റ്റർ വാങ്ങുക നമുക്ക് സിംഗിൾ ആയിട്ടുള്ള അഡാപ്റ്റേഴ്സ് ഒരു 3-4 എന്തായാലും വാങ്ങാം. പിന്നെ മറ്റേ എക്സ്റ്റൻഷൻ ബോക്സ് ഉണ്ടാവില്ലേ, അത് അഡാപ്റ്റർ ഉള്ള എക്സ്റ്റൻഷൻ ബോക്സ്. എന്നാ പിന്നെ നമുക്ക് 4-5 സാധനം ഒരുമിച്ച് അതിൽ കുത്താൻ പറ്റും. ബട്ട് അത് നോക്കി വാങ്ങണം, നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങണം. ഞാൻ വരുമ്പം ആമസോണിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 ഇയർ ആയി ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ദ സിംഗിൾ അഡാപ്റ്റേഴ്സ് എല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഞാൻ അതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സിനെ പറ്റി സംസാരിക്കുകയാണല്ലോ. സോ അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാണ്, നിങ്ങൾ വരുമ്പം വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അതെന്തായാലും കൊണ്ടുവരാം. പിന്നെ ലാപ്ടോപ്പ്, നിങ്ങൾ വർക്ക് വിസയിലാണ് വരുന്നത് വെച്ചാൽ നിങ്ങൾ ഓഫീസ് തരുന്നുണ്ടോ ലാപ്ടോപ്പ് ഇല്ലയോ അതൊന്ന് അന്വേഷിക്കുക. പിന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലാപ്ടോപ്പ് കൊണ്ടുവരാം. ആൻഡ് സ്റ്റുഡന്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് മോസ്റ്റ് പ്രോബബ്ലി ലാപ്ടോപ്പ് ആവശ്യം ഉണ്ടാവാം. അതൊന്ന് അന്വേഷിക്കുക. നിങ്ങൾ കോളേജിലോ അല്ലെങ്കിൽ അവിടുത്തെ എൻക്വയറി ചെയ്യുന്ന അവിടുത്തെ ഒന്ന് അന്വേഷിച്ചിട്ട് അതിനനുസരിച്ച് അതിന് പറ്റിയ ലാപ്ടോപ്പ് എന്താ വെച്ചാൽ നോക്കി വാങ്ങുക. നെക്സ്റ്റ് തിങ് ഇസ് പവർ ബാങ്ക്. നമ്മൾ ഇത്രയും വലിയൊരു ജേർണി ചെയ്യുമ്പം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് എവിടെയും ചാർജ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നമുക്ക് ആ പവർ ബാങ്ക് ഉണ്ടാവുമല്ലോ, ലൈക്ക് ഫോൺ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സോ അതുകൊണ്ട് ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് യു ബൈ എ പവർ ബാങ്ക്. വേറെ ഒരു കാര്യം, ഇവിടുത്തെ നമ്മൾ വരുമ്പോൾ ഉള്ള ഫ്ലൈറ്റിലായാലും അല്ലെങ്കിൽ ഇവിടുത്തെ ബസ്സസിലായാലും എവിടെ ട്രെയിൻസിലായാലും നിങ്ങൾക്ക് ചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പർ പ്ലഗ് നമുക്ക് കിട്ടുന്ന വളരെ റെയർ ആണ്. അതെന്താന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലുള്ള എല്ലായിടത്തുള്ള ഒരു എൻഡ് ഓഫ് പോർട്ട്, നമ്മൾ ലാപ്ടോപ്പിൽ ഇടുന്ന ഒരു പോർട്ട് ഇല്ലേ, പെൻഡ്രൈവ് ഒക്കെ ഉള്ള ആ ഒരു ടൈപ്പ് ഓഫ് പോർട്ട്, അങ്ങനത്തെ ഒരു പോർട്ട് ഒരു സൈഡിൽ അതും ഒരു സൈഡിൽ നിങ്ങളുടെ ഫോൺ ഏത് ടൈപ്പ് ഓഫ് ചാർജർ ആണോ യൂസ് ചെയ്യുക ആ ടൈപ്പും ഉള്ള ഒരു കേബിള് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിക്കെങ്കിൽ അതെന്തായാലും ക്യാരി ചെയ്യുക. അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇസ്തിരി പെട്ടി വേണമെങ്കിൽ കൊണ്ടുവരാം. എന്താ വെച്ചാൽ നിങ്ങൾ വർക്കിൽ ഒന്ന് ക്രിസ്പായിട്ട് നല്ല അയൺഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോവാന്ന്, ഇറ്റ്സ് എ ഗുഡ് തിങ് റൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അയൺ ബോക്സും കൊണ്ടുവരാം. സോ നെക്സ്റ്റ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ് ഭക്ഷണത്തിന് വേണ്ടിയുള്ള നമ്മള് കുക്കിംഗ് കാറ്റഗറിയാണ്. എല്ലാ ബേസിക് ആയിട്ടുള്ള യൂട്ടൻസിൽസ്, നമ്മളെ കുക്കിങ്ങിന് ആവശ്യമുള്ള യൂട്ടൻസിൽസ് എന്തായാലും നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് വേണ്ട പോലത്തേത് എക്സാക്ട്ലി അങ്ങനെ കിട്ടണം എന്നില്ല. വലിയ വലിയ പാൻസ് അതൊക്കെ കിട്ടും, പക്ഷെ നമുക്ക് വേണ്ട പോലത്തേത് പൊതുവെ ഞാൻ കുറവായിട്ടാണ് കണ്ടത്. അതുമല്ല നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വെച്ചാലും നല്ല കോസ്റ്റ്ലി ആണ്. സോ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ബ്രിങ് ഫ്രം ഇന്ത്യ. എന്റെ ഒരു റെക്കമെൻഡേഷനിൽ എന്താണെന്ന് വെച്ചാൽ ഒരു കടായി, ഒരു ചട്ടി പോലത്തെ ഒരു പാത്രം, പിന്നെ ഒരു ഫ്രൈങ് പാൻ, പിന്നെ തവ വേണമെങ്കിൽ കൊണ്ടുവരാം, ആൻഡ് ഒരു പ്രഷർ കുക്കർ, ഒരു 3 ലിറ്റർ പ്രഷർ കുക്കർ എന്തായാലും വേണ്ടി വരും 2 ആൾക്കാർക്ക്. സോ അത് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് നല്ല ഒരു പ്രഷർ കുക്കർ വാങ്ങുക. ആൻഡ് മിക്സർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാ കൈൻഡ് ഓഫ് ഫുഡ്സും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മിക്സർ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. എന്താ വെച്ചാൽ ഇവിടെ വാങ്ങാൻ കിട്ടില്ല. ഇവിടെ വരും നമ്മൾ സ്മൂതി ഉണ്ടാക്കാൻ പറ്റിയ അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റിയ അങ്ങനത്തെ സാധനം ഞാൻ കണ്ടിട്ടുള്ളൂ. ബുള്ളറ്റ് മിക്സി അങ്ങനെ എന്താ പറയില്ലേ, അതേ ഉള്ളൂ. നമ്മൾ നോർമൽ ദോശ അങ്ങനത്തെ ചട്നി അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മിക്സർ എന്തായാലും കൊണ്ടുവരിക. പിന്നെ ഇതിനെല്ലാം പറ്റിയ കുക്കിംഗ് സ്പൂൺസും കൊണ്ടുവരിക, ഒരു 2-3 എണ്ണം. 2 സെർവിങ് സ്പൂൺസ് കൊണ്ടുവരാം.
പിന്നെ ഒരു 2 പ്ലേറ്റ്, 2 ഗ്ലാസ്, ചെറിയ 2 ഗ്ലാസ്, 2 സ്പൂണ്, 2 ഫോർക്ക്, അങ്ങനെ നിങ്ങൾക്ക് എന്തായാലും കൊണ്ടുവരാം. പിന്നെ ഇഡ്ലി പാത്രം, വെള്ളയപ്പത്തിന്റെ ചട്ടി, പുട്ടിന്റെ കുറ്റി, അതൊക്കെ ഒരു എക്സ്ട്രാ ആണ്. അത് ബേസിക് എസെൻഷ്യൽ ഞാൻ പറയില്ല, പക്ഷെ അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും നല്ലതാണ്. പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വാങ്ങി. അത് കുക്കറിന്റെ മേലെ തന്നെ വെക്കാൻ പറ്റിയ ഒരു പുട്ടും കുറ്റിയാണ്. സോ അതിന് അത്ര വെയിറ്റ് ഉണ്ടാവില്ല. സോ അതെന്തായാലും നിങ്ങൾക്ക് കൊണ്ടുവരാം. ഞാൻ ഈ ഇഡ്ലി പാത്രം, പുട്ടുകുറ്റി ആൻഡ് വെള്ളയപ്പ ചട്ടി അതോ ഞാൻ സെക്കൻഡ് ട്രിപ്പിനാണ് കൊണ്ടുവന്നത്. ഫസ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. മുമ്പ് പറഞ്ഞ എല്ലാം ഞാൻ കൊണ്ടുവന്നിരുന്നു ആൻഡ് അത് ഇനഫ് ആയിരുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മസാലപ്പൊടികൾ. നമ്മള് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ജീരകം, കടുക്, അതും കൊണ്ടുവരാം. ഇതെന്തായാലും 1-2 മാസത്തേക്ക് എന്തായാലും കൊണ്ടുവരാം. അത് കുറച്ചല്ലേ വേണ്ടിയുള്ളൂ. 1-2 മാസത്തേക്കുള്ളത് എന്തായാലും കൊണ്ടുവരണം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 6 മാസത്തേക്കുള്ളത് കൊണ്ടുവന്നിരുന്നു. അതെന്താ വെച്ചാൽ ഇവിടെ അത് കിട്ടും, ബട്ട് അതിന് നല്ല എക്സ്പെൻസീവ് ആയിട്ടാണ്. ഓൾമോസ്റ്റ് 5 to 6 times എക്സ്പെൻസീവ് ആണ്. സോ ഇറ്റ്സ് ബെറ്റർ നമ്മൾ നാട്ടിൽ തന്നെ കൊണ്ടുവരാം. അതിന് അത്ര വെയിറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. കുറച്ച് എല്ലാം കൊണ്ടുവരാം. പുളി അതും കുറച്ച് കൊണ്ടുവരാം, നിങ്ങൾക്ക് സാമ്പാർ, രസം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ നമ്മള് കറി ലീവ്സ്, കരിവേപ്പില, അതും ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ്. ഒരു 5 തണ്ടിന് 2 pounds ആണ്, പറഞ്ഞാൽ 200 രൂപയാണ്. സോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിന് നല്ലോണം കഴുകിയിട്ട് ഉണക്കിയിട്ട് അതിനെ ഒരു പാത്രത്തിലിട്ട് ടിഷ്യൂ ഇട്ടിട്ട് പാത്രത്തിലിട്ടിട്ട് എങ്ങനെയാച്ചാ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ റാപ്പ് ചെയ്താലും മതി. മോയ്സ്ചർ ഇല്ലാത്ത രീതിയിൽ അതിനെ കൊണ്ടുവന്നാൽ അത് ഓൾമോസ്റ്റ് 1-2 months സുഖമായിട്ട് നിൽക്കും. പിന്നെ ഇവിടെ വന്നോ ഉടനെ കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ, റെഡി ടു ഈറ്റ് സാധനങ്ങൾ കൊണ്ടുവരാം. പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് ആയാലും എന്തായാലും അത് കൊണ്ടുവരാം. അതിന്റെ കൂട്ടത്തില് കുറച്ച് മാഗി, അങ്ങനത്തെ സാധനം, നമുക്ക് വന്ന ഉടനെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റിയ സാധനങ്ങളും. അത് ഗ്യാസ് ആക്സസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതില്ല, നമുക്ക് തോന്നുന്നു അത് നമുക്ക് 1-2 ദിവസം ചിലപ്പം ഗ്യാസിന്റെ ആക്സസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് വെച്ചാല് നമുക്ക് മറ്റേ നൂഡിൽസിന്റെ ഹോട്ട്, ഒരു കപ്പ നൂഡിൽസ് ഉണ്ടാവില്ലേ, ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ട് ജസ്റ്റ് വെച്ചാൽ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് ഒരു 5-6 പാക്കറ്റ് ഒരു 2-3 ദിവസം ഓടിക്കാൻ പറ്റിയ രീതിയിൽ, വേഴ്സ്റ്റ് കേസ് സിനാരിയോ അങ്ങനത്തെ ഒരു രീതിയിൽ കൊണ്ടുവരാം. എന്നാൽ പിന്നെ നമ്മള് ഒരു 2-3 ദിവസം പട്ടിണി ആവില്ല എന്നൊരു ഉറപ്പുണ്ടാവുമല്ലോ, അതിനു വേണ്ടി. നെക്സ്റ്റ് ഇസ് ഡ്രൈവിംഗ് ലൈസൻസ്. നിങ്ങൾക്ക് അഥവാ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ താല്പര്യം ഉണ്ട് വെച്ചാൽ എന്തായാലും നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യയിൽ തന്നെ അതിനെ ഇന്റർനാഷണൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽഡ് പ്രോസസ്സ് എനിക്കറിയില്ല, ബട്ട് യു ക്യാൻ ലുക്ക് ഇറ്റ് അപ്പ് ഓൺലൈൻ. അങ്ങനെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ യു ക്യാൻ ഡ്രൈവ് ഹിയർ ഫോർ 1 year. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡ്രസ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താണ് കൊണ്ടുവരേണ്ടത്? നമ്മൾ നാട്ടിലിടുന്ന പോലത്തെ ട്രഡീഷണൽ ഡ്രസ്സസ് ഇടണോ, അല്ല അത് കൊണ്ടുവരണോ, അല്ല ഇവിടുത്തെ രീതിയിലുള്ള ഡ്രസ്സസ് മാത്രം കൊണ്ടുവരണോ, അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് പാക്ക് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ഞാൻ പേഴ്സണലി എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് ഞാൻ പറഞ്ഞ ഒരു ഐഡിയ തരാം. ജീൻസ്, പാൻറ്, സ്കേർട്സ്, പിന്നെ ടോപ്സ്, ഷർട്ട്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്നു. ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്, കുറച്ചൊരു നല്ല ഒരു ചുരിദാർ കൊണ്ടുവന്നു. ആൻഡ് ഒരു സാരി കൊണ്ടുവന്നു. എന്തെങ്കിലും ഒക്കേഷൻ ഉണ്ടെങ്കിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ആകെ കുർത്ത യൂസ് ആയിട്ടുള്ളൂ, സാരി അങ്ങനെ യൂസ് ആയിട്ടില്ല. ഒരു കുർത്ത കൊണ്ടുവന്നുള്ളൂ ഗേൾസ്, ഈവൻ ബോയ്സ് ഒരു കുർത്ത കൊണ്ടുവന്നുള്ളൂ. എന്തെങ്കിലും ഒരു ഗാദറിംഗ് ഉണ്ടെങ്കിൽ, ഒരു ഇന്ത്യൻസിന്റെ അല്ലെങ്കിൽ കേരള മലയാളീസിന്റെ എന്തെങ്കിലും ഗാദറിംഗ് ഉണ്ടെങ്കിൽ അതിൽ പോകുമ്പോൾ നമുക്ക് ഒരു ഇന്ത്യൻനെസ് തോന്നേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ വെയിറ്റിനനുസരിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഇടേണ്ട ഔട്ട്ഫിറ്റ്സിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഒരു 10 ടോപ്പ് എന്തായാലും കൊണ്ടുവന്നോളൂ. ബിക്കോസ് നിങ്ങൾ എല്ലാ ദിവസവും കോളേജ് അല്ലെങ്കിൽ ഓഫീസ് പോവാ, അല്ലെങ്കിൽ വീക്ക്ലി 1 or 2 പോവാണെങ്കിലും ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ഫോർമൽ ഒക്കേഷന് പറ്റിയ ഒരു ടോപ്പും പാന്റും എന്തായാലും വെക്കുക. ആൻഡ് ബോട്ടംസിനെ പറ്റി പറയുകയാണെങ്കിൽ ജീൻസ് അല്ലെങ്കിൽ നോർമൽ ഫോർമൽ ട്രൗസേഴ്സ്, അങ്ങനെ എന്താ വെച്ചാലും ഒരു 3-4 എണ്ണം, എല്ലാം കൂടി മൊത്തത്തിൽ ഒരു 3-4 എണ്ണം മതിയാവും. ബാക്കി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എങ്ങനെയാണോ അങ്ങനെ ഷോപ്പിംഗ് ചെയ്യാം. ആസ് എ സ്റ്റാർട്ടർ ഇതെന്തായാലും കൊണ്ടുവന്നോളൂ കേട്ടോ. ആൻഡ് ഷൂസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്പോർട്സ് ഷൂ പോലത്തെ കാഷ്വൽ ഷൂ എന്തായാലും കൊണ്ടുവരാം. എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ കുറെ നടക്കുകയാണ് ചെയ്യുക. ദൂരം ഉണ്ടെങ്കിൽ ബസ്സിന് പോകും. കുറച്ച് അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് വെച്ചാൽ നമ്മൾ പൊതുവെ ഇവിടെ വാക്കിംഗ് കൾച്ചർ വെരി ഹൈ. സോ അതിന് പറ്റിയ, വാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഷൂസ് എന്തായാലും കൊണ്ടുവരാം. ആൻഡ് ദെൻ യു ക്യാൻ ഓൾസോ ബ്രിങ് ഒരു ഫോർമൽ ഒക്കേഷന് പറ്റിയ ഒരു
ഷൂസോ അല്ലെങ്കിൽ ഫുട്വെയർ എന്താ വെച്ചാൽ അതും കൊണ്ടുവരാം. വേണമെങ്കിൽ ബൂട്ട്സ് കൊണ്ടുവരാം, ബട്ട് അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, നല്ല വെയിറ്റ് ഉണ്ടാവും. ഞാൻ കൊണ്ടുവന്നിരുന്നു, പക്ഷെ ഇവിടുന്ന് വാങ്ങിയാലും ഓൾമോസ്റ്റ് സിമിലർ റേറ്റ് തന്നെയാണ്. സോ യു ക്യാൻ ബൈ ഫ്രം ഹിയർ ആസ് വെൽ. സോ മൂവിങ് ഓൺ ടു ജാക്കറ്റ്സ്. ജാക്കറ്റ്സ് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ഏത് സമയത്താണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ അവിടുന്ന് ജാക്കറ്റ് വാങ്ങിച്ചോളൂ. ഇഫ് വിന്റർ ടൈമിലാണ് വരുന്നത്, ഒരു സെപ്റ്റംബർ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് വെച്ചാൽ എന്തായാലും അവിടുന്ന് ഒരു ജാക്കറ്റ് വാങ്ങി വന്നോളൂ. അഥവാ സമ്മർ ടൈമിലാണ് വരുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു സാധാരണ ഒരു തിക്ക് ജാക്കറ്റ് വാങ്ങി വന്നാലും മതി. ഞാനൊരു പ്രോപ്പർ വിന്റർ ജാക്കറ്റ് തന്നെയായിരുന്നു വാങ്ങിയത്. നമ്മളെ ഇന്ത്യൻ വിന്റേഴ്സിന് പറ്റിയതായിരുന്നു. അത് ഇവിടെ ഒരു 5 ഡിഗ്രി വരെയൊക്കെ എനിക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. 5 ഡിഗ്രീനെക്കാട്ടും കുറവായ ഒരു 2 ഡിഗ്രിയിൽ കുറഞ്ഞാൽ എനിക്കത് തീരെയും പറ്റുന്നില്ലായിരുന്നു. ഒരു 2 to 5 ആയാലും കുറച്ചൊരു അൺകംഫർട്ടബിൾ ആയിരുന്നു. ബട്ട് 5 ഡിഗ്രി വരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റി. ആൻഡ് അത് നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ തന്നെയായിരുന്നു. ലെസ് ദാൻ 2000-േതായിരുന്നു. സോ ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യാം. അത് ഫോർട്ട് കോളിൻസ് പറഞ്ഞ ബ്രാൻഡാണെന്ന് I think so. If at all you are planning to buy from India, best നിങ്ങൾ ഡിക്കാത്ലോണിൽ പോയിട്ട് വാങ്ങുന്നതായിരിക്കും. അവിടുത്തെ ഒരു 3000 സംതിങ്ങിന്റെ ഒരു ജാക്കറ്റ് ഉണ്ട്, ഞാനത് ലിങ്ക് ചെയ്യാം. അത് ഇവിടുത്തെ വിന്ററിലും കൂടി നല്ല അടിപൊളിയായിട്ട് ഓടിയിട്ടുണ്ട്. ഇവിടുത്തെ -5 -6 ഡിഗ്രി വരെ അത് അടിപൊളിയായിട്ട് ഓടിയിട്ടുണ്ട്. തീരെ അകത്ത് തണുപ്പ് പോയിട്ടേ ഇല്ല. സോ ദാറ്റ് ഇസ് സംതിങ് ഐ വുഡ് ടോട്ടലി റെക്കമെൻഡ്. അത് ഞാൻ ലിങ്ക് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആൻഡ് ഈ ഡിക്കാത്ലോണിലെ ജാക്കറ്റ് തീരെയും വെയിറ്റ് ഇല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ 2 ഓപ്ഷൻ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അറിയില്ല. ഇവിടെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ആ ലോങ് ജാക്കറ്റ്സ് ഉണ്ടാവില്ലേ, പാർക്ക ജാക്കറ്റ്സ്, ഈ തൊപ്പി ഹൂഡ് ഉണ്ടാവും, പിന്നെ നീളം മുട്ടിന്റെ താഴെ വരെ ഉണ്ടാവും. അങ്ങനത്തെ ഇതൊക്കെ ഇവിടെ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇവിടെ ആസ്ഡ അങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള വെരി ഗുഡ് ക്വാളിറ്റി ജാക്കറ്റ്സ് കിട്ടും. അതെന്ന് വെച്ചാൽ ഇവിടുത്തെ വെതറിന് പറ്റിയ ജാക്കറ്റ്സ് ഇവിടെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആൻഡ് അഫോർഡബിൾ ആയിട്ട് കിട്ടുക. നമ്മൾ നാട്ടിൽ അതേപോലത്തെ ജാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് 8000 9000 ആ റേഞ്ചിലാണ് വരിക. ഇവിടെ വെച്ചാൽ ഒരു 5000-ന്റെ ഉള്ളിൽ, ഒരു 50 pounds-ന്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു ജാക്കറ്റ് കിട്ടും. നെക്സ്റ്റ് ഇസ് ടോയ്ലറ്റ്രീസ്. ഇങ്ങോട്ട് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള എല്ലാ സാധനവും, സ്റ്റാർട്ടിങ് ഫ്രം ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, കണ്ടീഷണർ, ബ്രഷ്, അങ്ങനത്തെ പല എന്തൊക്കെയുള്ള ബോഡി ലോഷൻ, അങ്ങനെ പലതും ഇല്ലേ. സോ വാട്ട് എവർ യു നീഡ് ആസ് എ എസെൻഷ്യൽസ്, അതിന്റെ ഓരോരോ ബോട്ടിൽ ട്രാവൽ സൈസോ അല്ലെങ്കിൽ വലുതോ നിങ്ങൾക്ക് ഏതാണോ വെയിറ്റിനനുസരിച്ച് പറ്റുന്നത് അതെന്തായാലും വാങ്ങിക്കൊണ്ടുവരാം. ഒരു 1-2 months-ന്റെ ഒരു പറ്റുന്ന അത്ര എന്തായാലും വാങ്ങിക്കൊണ്ടുവരാം. ഇവിടെ എല്ലാം ഈസിലി അവൈലബിൾ ആണ്, ബട്ട് റേറ്റ് നോക്കുകയാണെങ്കിൽ 3 ഇരട്ടി ഉണ്ടാവും. സോ നമുക്ക് പെട്ടെന്ന് വന്ന ഉടനെ നമുക്ക് ആ ഒരു കൺവേർഷൻ ആയിരിക്കും, എല്ലാം into 100 ആയിരിക്കും നമ്മളെ മൈൻഡ്. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും, ബട്ട് പിന്നെ അത് ശീലമായിക്കോളും. ഐ തിങ്ക് ഞാൻ എല്ലാം കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്തുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ കമന്റ് സെക്ഷനിൽ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും, ഏത് സമയത്തായാലും. So I hope you guys enjoyed this video and found this video useful. നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള ഒരു സേഫ് and happy journey ഞാൻ പറയുന്നു. So I'll see you guys in my next video. Till then, bye.